ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് ഗൈസ്, കർണാടക. അപ്പോൾ നമ്മൾ അവിടെ എന്തിനാണ് വന്നിരിക്കണമെന്ന് വെച്ചാൽ അതൊരു സർപ്രൈസ് ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്നലെയാണ് വന്നത്. ഇന്നലെ വൈകുന്നേരം അല്ല, ഒരു 3 മണിയാകുമ്പോൾ, 2 മണി 3 മണി ആ ടൈം ആകുമ്പോൾ നമ്മൾ ഇറങ്ങി. ഇവിടെ ഒരു പുലർച്ചെ രാത്രി ടൈം നമ്മൾ എത്തിയത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് സ്റ്റേ അടിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലാണ്. ഓക്കെ, നമ്മളിവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രകാശിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. പ്രകാശ് ബോഡി ബിൽഡേഴ്സിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ബസ്സൊക്കെ പണിയണ സ്ഥലം. അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വന്നത് അസുരയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കിടക്കണം നമ്മുടെ ചെക്കൻ, കണ്ടില്ലേ? ഇപ്പോൾ കുറച്ച് പേര് കമൻറ്റിൽ പറയുന്നുണ്ട് അസുരൻ്റെ ട്രിപ്പ് അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ട്രിപ്പ് മെല്ലെ വീഡിയോ വരുള്ളൂ, കാരണം കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ അതാണ് ട്രിപ്പിൻ്റെ വീഡിയോ വരാത്തത്. അപ്പോൾ ഇത് നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പ്രകാശിക്ക് പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു സർപ്രൈസാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേ അടിച്ചു, കണ്ടില്ലേ? ഈ വീട്ടിൽ നല്ലൊരു റിസോർട്ട് തന്നെയാണ്, പക്ഷേ കുറച്ച് ഹൈ ക്ലാസ് റിസോർട്ട് തന്നെയാണ്. റിസോർട്ടല്ല, വില്ലയാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വാടകയ്ക്കും കൊടുക്കുന്നുണ്ട്, അതേപോലെ സ്വന്തമായിട്ട് വാങ്ങുന്ന ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇവിടെ ടർഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ വരുന്നവർ ഇതാ കിട്ടിയുള്ളൂ. പിന്നെ ഹോട്ടലുകൾ കണ്ടു, പക്ഷേ വരുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ കണ്ടപ്പോൾ അങ്ങനെ പിന്നെ ഒന്നാമത് നല്ല ക്ഷീണം. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ ഇവിടെ സ്റ്റേ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചെക്കൻ ഇവിടെ കിടക്കുന്നുണ്ട്, അസുര. ഇതേപോലെ അസുര എവിടേക്കായിരുന്നു, മൈസൂർ എവിടേക്കോ പോയപ്പോൾ ഇതേമാതിരി ബാക്കിലൊരു സ്ക്രാച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു കഴിച്ച്. ഏതോ ഒരുത്തൻ ഇതേപോലെ വരച്ചതാ തോന്നുന്നു. ചെറുതായിട്ടൊന്നുമല്ല, കുറച്ച് വലുപ്പത്തിൽ വരയുണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് നമ്മൾ വണ്ടി കഴുകുമ്പോഴാണ് കണ്ടത്. പിന്നെ അതൊക്കെ സെറ്റാക്കി വേറെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു. ഇതാണ് പ്രശ്നം ഓരോരുത്തരുടെ, അവർക്ക് കണ്ണി പിടിക്കില്ല. അപ്പോൾ നമ്മളെ ചെക്കൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഫുള്ള് സെറ്റാണ്. ഇനി ഇവിടെ നേരെ പ്രകാശിക്കൊരു 4 കിലോമീറ്റർ സംതിങ് ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി ലോവറാക്കിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ട് അത്യാവശ്യം നല്ലപോലെ ഗ്രൗണ്ടിലേക്ക് ടച്ച് ആവുന്നുണ്ട് ലോവറാക്കുമ്പോൾ. അത് കാരണം ലിപ്പ് കാര്യങ്ങളൊക്കെ സ്ക്രാച്ചും വരും. ഇവിടെ പിന്നെ ലോവറാക്കിയാലും കുഴപ്പമില്ല, കാരണം നൈസ് റോഡാണ്, കുണ്ടും കുഴിയൊന്നുമില്ല. ഈ റിസോർട്ടിൻ്റെ അവിടെ വെളിയിൽ കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ ബസ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ അവിടേക്ക് വരണം, പ്രകാശിൻ്റെ അങ്ങനെ. ഇവിടെ നിന്നൊരു 3 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ നിന്ന് തന്നെ ഫുഡും ഉണ്ടായിരുന്നു, അപ്പുറത്തെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 4 പേരെ വന്നിരിക്കുന്നത്. നമ്മൾ വഴിയെ കാണിച്ചു തരാം നമ്മൾ എന്തിനാണ് വന്നിരിക്കണമെന്ന്. എന്തായാലും നിങ്ങൾ കണ്ടാൽ നെട്ടും. എന്തായാലും ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് പറയാം, കാരണം സർപ്രൈസ് പൊളിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വണ്ടി മേലെ ഇറക്കാം. ഓക്കെ, അവിടെ നിന്ന് ഇറക്കിയും കൊണ്ട് നേരെ പ്രകാശിനാണ്. ഒരു 4-5 കിലോമീറ്റർ സംതിങ് എന്തോ ഉള്ളൂ, അടുത്താണ്. പിന്നെ വണ്ടി കയറ്റാൻ കുറച്ച് പണിപ്പെട്ടു കഴിച്ചു, കാരണം ഈ എൻട്രൻസ് കണ്ടില്ലേ, കുറച്ച് ചെറിയ എൻട്രൻസ് പോലെയാണ്. ചെറുതൊന്നുമല്ല, എന്നാലും കാരണം ഒന്നാമത് റോഡ് സ്ട്രൈറ്റായി വന്നുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇറക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. കയറ്റുമ്പോഴായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട്. ഇറക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, നോക്കി ഇറക്കാം. തട്ടിയൊന്നുമില്ല, എന്നാലും എല്ലാം പിടിച്ച് ഇറക്കണം, അതാണ് സീന്. ഇനി ഇവിടെ നേരെ ഒരടിക്ക് നേരെ അങ്ങോട്ട് വിടാം, കുറച്ച് ദൂരമുണ്ട്. അതേപോലെ നമ്മൾ BMRൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വഴിയെ വരും. ചെക്കൻ വർക്കിലാണ് കുറച്ചും കൂടി. ഗ്രാൻഡ് BMRൻ്റെ വർക്ക് തീർന്നു. BMR ബോസിൻ്റെയും കൂടി ഇനി ചെയ്യാവുള്ളൂ. അതും കൂടി തീർന്നാൽ സെറ്റായി. അതേപോലെ നമ്മുടെ മാർക്കോ ആക്സിഡൻ്റ് ആയ ടൈമിൽ നമ്മൾ പഴയ വീഡിയോ കണ്ടവർക്കറിയാം, 2 ചേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേസിൻ്റെ ഡെലിവറി കഴിഞ്ഞു, അപ്ഡേഷനും കഴിഞ്ഞു. അപ്പോൾ ബസ് റിവീലാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ടൈം കിട്ടിയിട്ട് വേണം വീഡിയോ ഒക്കെ എടുക്കാൻ. വീഡിയോനെ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് എഡിറ്റിംഗ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെക്കനെ ഇറക്കണ വീഡിയോ എല്ലാം ഉണ്ട്. അപ്പോൾ അത് സെഡോണാണ്. എന്താ പറയുക, പോസ്റ്റ് കണ്ടാൽ തന്നെ അറിയാമല്ലോ, കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടാൽ അറിയാം കുറേ പേർക്ക്, അത് കാണുന്നവർക്ക് അതറിയാം. അപ്പോൾ ഇനി അടുത്ത ബസ്സും കൂടി വരാണ്ടല്ലോ, 2 ചേസ് പണിയാൻ കൊടുത്തില്ല. അതിലൊന്ന് ലൈലാൻഡിൻ്റെയും ഒന്ന് ഐഷറിൻ്റെ ചേസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 ചേസാണ് നമ്മൾ പണിയാൻ കൊടുത്തത്. അപ്പോൾ അതേപോലെ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ചേസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെയും ബസ് ഇപ്പോൾ വരില്ല, അത് 2 മാസം കഴിയും. 2-2.5 മാസം എന്തായാലും പിടിക്കും. അതും സെഡോണോ ZS3 അത് ഞാനായിരിക്കും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ശരി ഉത്തരമാണെങ്കിൽ ഞാനത് പിൻ ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്താനാകുമ്പോൾ കാണാം. അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ പ്രകാശിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് കാണുന്ന അവിടെയാണ് പ്രകാശ് ഉള്ളത്. ഇപ്പോൾ എന്തായാലും വണ്ടീനെ ഉള്ളിൽ കയറ്റി നിർത്തിയിട്ടില്ല, കാരണം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ആ സർപ്രൈസ് അറിയും.
അപ്പോൾ നമുക്ക് വണ്ടി വെളിയിൽ തന്നെ നിർത്തിയിടാം. പിന്നെ എന്തായാലും മിക്ക ആൾക്കാർക്കും പിടി കിട്ടിയിട്ടുണ്ടാവും എന്താണ് സർപ്രൈസ് എന്ന്. കാരണം പ്രകാശിക്ക് വന്നതേ എന്തിനാണെന്ന് ഊഹിച്ചാൽ തന്നെ അറിയാമല്ലോ. കാരണം വേറെ വരാനും കാരണങ്ങൾ വലുതായിട്ടില്ല. കാരണങ്ങളില്ല എന്നല്ല, ഉണ്ട്, അങ്ങനെയല്ല. എന്നാലും മിക്ക ആൾക്കാർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തമ്പനയിൽ കണ്ടാലും മനസ്സിലാവും ഏകദേശം എന്നല്ല, എന്നാലും ഞാൻ തമ്പനയിലൊരു എന്താ പറയുക, ആ ഒരു ഇതുപോലെ കൊടുക്കുള്ളൂ, അറിയാത്ത പോലത്തെ ഒരു രീതിയിൽ, എന്താണെന്ന് വെളിപ്പെടുത്താത്ത രീതിയിൽ ഞാൻ എന്തായാലും തമ്പനയിൽ കൊടുക്കുള്ളൂ. കാരണം എന്നാലാണ് ഒരു സർപ്രൈസ് വരുള്ളൂ ആൾക്കാർക്ക്. അപ്പോൾ ഇതാണ് പ്രകാശിൻ്റെ ഇത്. കണ്ടില്ല, ഞാനിപ്പോൾ സൂം ചെയ്ത് കാട്ടി തന്ന അവിടെയാണ് പ്രകാശിൻ്റെ സെക്യൂരിറ്റി ഓഫീസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കെന്തായാലും ഇനി ഇവിടെ നിന്ന് നേരെ നമ്മുടെ പ്രകാശിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെയ്സൊക്കെ കടന്നാണ് കൈസ്, ആക്കെ എടുത്ത് മാറ്റിയിരിക്കണം. അന്ന് ഈ ഇടയ്ക്ക് ഇതേ പോകുമ്പോൾ ചെയ്സ് കാര്യങ്ങളൊക്കെ കിടക്കണ്ടായിരുന്നു, ഒരു 8 ചെയ്സ് കിടക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചെക്കൻ ഇവിടെ ഉണ്ട്, അസുര. അപ്പോൾ അസുര കാണാത്തവരൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെക്കൻ എന്തായാലും തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പ്രകാശിൻ്റെ ഉള്ളിലേക്ക് കയറാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാം ഗൈസ്. ഒന്ന് വണ്ടി വരുന്ന നോക്കട്ടെ, ഇല്ലെങ്കിൽ വെറുതെ ഉള്ളിൽ കയറാൻ നിൽക്കുമ്പോൾ തന്നെ പടമാവണ്ട. അപ്പോൾ നമുക്ക് മെല്ലെ ഉള്ളിൽ കിടക്കാം. ഇതാണ് അപ്പോൾ എൻട്രൻസ്. കണ്ടില്ലേ, ഈ മണ്ണിട്ട റോഡ് പോലെ, ടാറൊന്നും ചെയ്തിട്ടില്ല, മണ്ണാണ്. അപ്പോൾ ഇതാണ് പ്രകാശിൻ്റെ എൻട്രൻസ്. ഓക്കെ, ഇവിടെയൊക്കെ എന്തൊക്കെയൊക്കെയോ നിർത്തുന്നതാണ്, എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അതേമാതിരി ഇതാ സെക്യൂരിറ്റി ഓഫീസ്. പിന്നെ കുറച്ച് വാഴകളൊക്കെ നട്ടിട്ടുണ്ട്. ഇരിക്കട്ടെ, തണൽ കിട്ടുമല്ലോ കുറച്ച്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്രകാശിൻ്റെ ഓഫീസല്ല സോറി, ഇവിടെയാണ് ബിൽഡ് ചെയ്യണത്. ഈ ഒരു ഇവിടെയാണ് ഇത്രയും ബസ് കാര്യങ്ങൾ ബിൽഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓട്ടി കൂടെ കണ്ടിട്ടുണ്ടാവും, കണ്ടില്ലേ? ജസ്റ്റ് ഞാൻ ഒന്ന് പോയി നോക്കിയപ്പോൾ കണ്ടാണ്. ഞാൻ കാണുമെന്ന് വിചാരിച്ചില്ല സത്യം പറഞ്ഞാൽ, എന്തായാലും കണ്ടു. അപ്പോൾ എന്താണെന്ന് പിടി കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും അതിക്ക് വരാം, അത് മെല്ലെ വരാം, തിരിച്ച് വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പ്രകാശിൻ്റെ ഓഫീസ്, കാണാത്തവർക്ക്. അപ്പോൾ എന്തൊക്കെയൊക്കെ പെട്ടിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ ബസ്സൊക്കെ പണിയുന്നത്. ഇതിലിപ്പോൾ കുറച്ച് സ്ഥലമുള്ളൂ, പക്ഷേ ഇതിൻ്റെ ബാക്കിലേക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഞാൻ അതൊന്നും ചുറ്റി കാട്ടി തരാൻ നിൽക്കുന്നില്ല, കാരണം അതിനുള്ള ടൈമില്ല. നമുക്ക് എന്തായാലും തിരിഞ്ഞ് നടക്കാം. ഓക്കെ, ഇതാ കണ്ടില്ലേ നമ്മുടെ ചെക്കൻ നിൽക്കണ കണ്ട. നമ്മുടെ രണ്ടാമത്തെ ചേസിൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ചേസിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 3 ആഴ്ച സംതിങ് എന്തോ ആയി. നമ്മൾ അപ്ഡേഷൻ ചെയ്ത് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് സെറ്റാക്കി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചേസ് ഐഷർ ചേസിൻ്റെ ബസ്സും കൂടി വന്നിട്ടുണ്ട്. BS6 ഐഷറിൻ്റെയാണ് ഇത് ബസ്. സ്റ്റോക്ക് സാധനം കണ്ടില്ലേ. ബാക്കിയുള്ള ബസ്സിലൊക്കെ ഞാൻ ഇറക്കുമ്പോൾ തന്നെ കുറച്ച് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബസ്സിൽ ഞാൻ ഒന്നും ചെയ്തില്ല. കാരണം ഇത്രയും കാലത്തെ ഇതിൽ ഞാൻ നിങ്ങൾക്കൊന്നും കാട്ടിത്തന്നിട്ടില്ല ഞാൻ എന്തൊക്കെയാണ് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഈ ബസ്സിൽ ഞാൻ എല്ലാം കാട്ടിത്തരാം, ഞാൻ എന്തൊക്കെ അപ്ഡേഷൻ ചെയ്യാൻ പോകണമെന്നൊക്കെ. ഫസ്റ്റ് തന്നെ പിക്സൽ നല്ലത് സെറ്റാക്കണം. അതേപോലെ ലൈറ്റ് കാര്യങ്ങൾ, ഇൻറ്റീരിയർ കാര്യങ്ങൾ ഒന്നും വർക്ക് എടുത്തില്ല ഗൈസ്. സ്റ്റോക്ക് കണ്ടീഷൻ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ഒന്നും വെച്ചിട്ടില്ല. പ്രകാശിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന എങ്ങനെ ഉണ്ടാവും അതേപോലെ ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾ ഒരു വർക്ക് പോലും ചെയ്തിട്ടില്ല. ഇനി കർട്ടൻ്റെ കളർ മാറ്റണം. അതുപോലെ ബാക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്ക് കൗളാണ്. ഇപ്പോഴത്തെ മോഡലുള്ള ബാക്ക് കൗളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, പഴയതല്ല, പുതിയ ബാക്ക് കൗളാണ്. അതേപോലെ ഡോറ് കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് തുറക്കണമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെ നമ്മുടെ ബാക്കിലത്തെ വീൽ കപ്പ് മാറ്റണം കഴിച്ചാൽ എനിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതേമാതിരി ഇതാണ് ഇൻറ്റീരിയർ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ വർക്കൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് കുറച്ച് ലൈറ്റും ഉണ്ട്, സൈഡിൽ കൂടെ സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ താഴെ കുറച്ച് AC ബസ്സാണ്, പുഷ് ബാക്ക് AC. അപ്പോൾ കണ്ടില്ലേ ഇൻറ്റീരിയർ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കൻ. ഇനി നമ്മുടെ കളത്തിക്ക് അടുത്ത ചെക്കനും കൂടി വരാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ഇതിലിപ്പോൾ 7 ബസ്സായി ഗൈസ്, ടോട്ടൽ 7 ബസ്. ഇനി പുതിയ ചേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8ാമത്തെ ബസ് ഇനി ലോഡിങ് ആണ്. എല്ലാം ഒരു ഭാഗ്യം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ വർക്കൊക്കെ എടുത്ത് നല്ലപോലെ സെറ്റാക്കണം. നമുക്ക് പിന്നെ ഓട്ടവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് വലിയ നഷ്ടവും ഇല്ല. പിന്നെ നമ്മൾ ഒരു സ്ലീപ്പർ ബസ് എടുത്തിട്ടുണ്ട് ഗൈസ്, വോൾവോൻ്റെ. അതിനെ വഴിയെ പറയാം, അതിനെ വീഡിയോ ചെയ്യുന്നതാണ്. അത് നമ്മൾ ഒറ്റയ്ക്ക് എടുത്തല്ല, നമ്മൾ പാർട്ട്ണർഷിപ്പിൽ എടുത്തിരിക്കണം ഗൈസ്. ഒരു 3 പേരിൻ്റെ പാർട്ട്ണർഷിപ്പിലാണ് നമ്മൾ എടുത്തിരിക്കണത്. നമ്മുടെ 3 ഫ്രണ്ട്സായിട്ടൊരു പാർട്ട്ണർഷിപ്പിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 30%, 30%, ഒരു 40%. അങ്ങനെയാണ് നമ്മൾ എന്തോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് ഇനി അതിൽ വർക്ക് കാര്യങ്ങളൊന്നുമില്ല, അത് സെക്കൻഡ് ഹാൻഡാണ്, ഫ്രഷ് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഈ ബസ്സിൻ്റെ കാര്യത്തേക്ക് വരാം. കണ്ടില്ല, ഇതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ സെറ്റപ്പും. നമ്മൾ ഒന്നും ചെയ്തില്ല. ഇനി കുറേ വർക്ക് ചെയ്യാനുണ്ട്, ഉള്ളിലത്തെ ലൈറ്റ് കാര്യങ്ങൾ. പിന്നെ ഇതിൽ ആംബിയൻസ് ലൈറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഗൈസ്, കണ്ടില്ലേ ഈ റെഡ് കളർ, അത് ഓൾറെഡി ഉണ്ട്. നമ്മൾ പ്രകാശം തന്നെ ഇൻബിൽഡായിട്ട് വന്നതാണ്. എന്തായാലും നമ്മൾ മാറ്റം ഉദ്ദേശിക്കുന്നില്ല, കാരണം ആ റെഡ് കാണാൻ ഒരു മെനയുണ്ട്. ഇനി ഇതിൽ പിക്സൽ സെറ്റ് ചെയ്യണം, ആ സ്ക്രീൻ എല്ലാം അത്യാവശ്യം നല്ല വർക്ക് എടുക്കുന്ന ഗൈസ്. എന്തായാലും അത്യാവശ്യം പറയുമ്പോൾ നല്ല വൃത്തിയുള്ള വർക്ക്.
ഇൻറ്റീരിയറും അത്യാവശ്യം നല്ല വൃത്തിയുള്ള വർക്ക് എടുക്കും. ഒരുപാട് കുളമാക്കില്ല, ഒരുപാട് അലങ്കാര പണിയും ചെയ്യില്ല. മിനിമം ലൈറ്റ് വർക്ക് എന്തായാലും ഞാൻ ചെയ്യും. നമ്മുടെ പക്ഷേ സെഡോണിൻ്റെ അത്ര വർക്ക് എന്തായാലും ഇതിൽ വരും തോന്നുന്നില്ല ഗൈസ്. കാരണം ആ സെഡോണിൽ ഞാൻ നല്ലപോലെ വർക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വർക്ക് എടുക്കും ഗൈസ്, അങ്ങനെയല്ല നമ്മൾ എല്ലാ വണ്ടി മോശമായിട്ട് പറയല്ലോ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യണം, അത്രേ ഉള്ളൂ. കാരണം മോഡെല്ലാം സെറ്റാണ്. ഇപ്പോൾ ഞാൻ മോഡിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, എല്ലാവരും കയറ്റി കളിച്ച് നോക്കുക. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. പക്ഷേ കൺട്രോൾ കുറച്ചും കൂടി സെറ്റാക്കണം നമുക്ക് ഓട്ടുമ്പോൾ. കാരണം നമ്മൾ മെല്ലെ പോവുകയാണെങ്കിൽ ഓക്കെ ഗൈസ്. കാരണം നമ്മൾ ഒറിജിനാലിറ്റിയിൽ കളിക്കുകയാണെങ്കിൽ എല്ലാം പെർഫെക്റ്റാണ്. നമ്മൾ എന്താ പറയുക, ഈ റേസ് വെച്ച് കളിക്കില്ലേ, 100 110 പോയിട്ടൊക്കെ ടേൺ എടുക്കുമ്പോഴാണ് തിരിയാൻ കിട്ടാത്തത്. ഒരു 40 50 ഒറിജിനൽ ബസ് എങ്ങനെയാണ് 30 40 പോയിട്ട് ടേണേ എടുക്കുള്ളൂ. പക്ഷേ അപ്പോൾ അത്രയും പോയില്ല, അതിനെക്കാട്ടി കമ്മിയായിരിക്കും. അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കളിക്കുകയാണെങ്കിൽ എല്ലാ ബസ്സും സെറ്റ് തന്നെയാണ്. ഞാനൊന്നും ഇല്ല പറയുന്നത്. എനിക്ക് മോഡ് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ടില്ലേ, ഐഷറിൻ്റെയാണ് സ്റ്റിയറിംഗ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഡോർ അടച്ചിട്ടില്ല ഗൈസ്, ഞാൻ ഡോർ അടയ്ക്കാൻ മറന്നു. നമ്മുടെ ക്രൂ മെമ്പേഴ്സ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. നമ്മൾ 3 പേരെ വന്നിട്ടുള്ളൂ. കാരണം വേറെ പിള്ളേരിനൊന്നും അവർക്കും ടൈമില്ല. പിന്നെ ഒന്നാമത് നമ്മുടെ വണ്ടി എല്ലാം ഓട്ടത്തിലാണ്. നമ്മുടെ പുതിയ BMR ഇപ്പോൾ ഓട്ടത്തിന് പോയിരിക്കുകയാണ്. കാരണം നമുക്ക് അതാ പറഞ്ഞത്, നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടം കിട്ടും. വേറെ വണ്ടിയൊന്നും ഒഴിവില്ല. നമ്മുടെ ബീസ്റ്റ് മൈസൂർ പോയിരിക്കുകയാണ്. അതേപോലെ ഇപ്പോൾ അസുര ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അസുര നമ്മുടെ ക്രൂ മെമ്പർ ബാക്കിൽ കൊണ്ടുവരും. അതേപോലെ BMR ഒന്ന് എവിടേക്കാണ്, കൊടൈക്കനാലിലേക്കാണെന്ന് തോന്നുന്നത്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതേപോലെ നമ്മുടെ ബസ്സുകൾ ഏതോ ഒരു 2 ബസ്സും കൂടി അടുപ്പിച്ച് പോയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല ഏതാണെന്ന്, മറന്നുപോയി ഗൈസ്. കാരണം നമ്മൾ എല്ലാം ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം നമ്മൾ ഈ ബസ് എടുക്കാനും വരണം, വേറെ ബസ്സും ആലോചിക്കണം എന്ന് പറയുമ്പോൾ മാർക്കോയും പിന്നെ നമ്മുടെ വേറെ ഒരു ബസ്സും കൂടി പോയിട്ടുണ്ട്. 3 ബസ്സാണ്, 2 നമ്മുടെ ബസ്സും പിന്നെ ഒന്ന് വേറെ വെളിയിൽ നിന്നൊരു ടൂറിസ്റ്റ് ബസ്സും. നമ്മുടെ അവിടെ തന്നെയാണ്, നമുക്കറിയുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് സൈഡിലേക്കാക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാണ്, ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയാണ്. വായിലൊക്കെ എന്തൊക്കെയൊക്കെ വരുന്നു ഗൈസ്, പറയാൻ കിട്ടുന്നില്ല പെട്ടെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതൊക്കെ തന്നെ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ. അപ്പോൾ ഇനി ഈ ബസ് നല്ലപോലെ വർക്ക് എടുക്കണം, അതേപോലെ എല്ലാം സെറ്റാക്കണം. അത്യാവശ്യം നല്ല വർക്ക് എടുക്കണം, നല്ല വൃത്തിയിൽ നല്ലൊരു വർക്ക് എടുക്കണം. എന്തായാലും ഈ ബസ് നമുക്കിനി ഒരു നെയിമും കൂടി എല്ലാവരും ഒന്ന് സജസ്റ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നല്ല വൃത്തിയുള്ള നെയിം എല്ലാവരും സജസ്റ്റ് ചെയ്യുക. ഓക്കെ, കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ നെയിമൊന്നും വേണ്ട. കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ പറയുമ്പോൾ അങ്ങനെയല്ല, നല്ല അത്യാവശ്യം കാണാൻ നല്ല കേൾക്കാൻ നല്ലൊരു വൃത്തിയുള്ള പേര് എല്ലാവരും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇനി ഇതിലിപ്പോൾ ബാക്കിൽ ഞാൻ വർക്ക് എടുക്കുക പറഞ്ഞാൽ ബാക്കിൽ നമുക്ക് ഇത് ചെയ്യണം ഗൈസ്, ഡിപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ തന്നെ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ബസ് എല്ലാം സെറ്റാക്കിയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.